ഹലോ, ഇനി നമുക്ക് നല്ലൊരു ടൊമാറ്റോ ചട്നി ആയാലോ? വാ നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. പാൻ ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് അതിൻ്റെ കളറൊന്ന് മാറി വരണം. ഒരു ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും ആണ്, അതുകൊണ്ടിട്ടാണ് ഒരു ഷിവറിങ്ങും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ഉഴുന്ന് താണ്ടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 2-3 വറ്റൽമുളക് അധികം ചേർത്ത് കൊടുക്കാം. ഇവിടെ മക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു 5 വറ്റൽമുളക് ചേർത്ത് കൊടുത്തത്. അതും ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഇത് കുഞ്ഞ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു 7-8 എണ്ണം ഇട്ട് കൊടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്കൊരു 5 മതിയാവും. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് സവാളയാണ്. ഈ സവാള അങ്ങോട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. കുഞ്ഞുള്ളി ശാലൊടിച്ച് അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് രാവിലെ നമ്മുടെ ചെറിയ ഉള്ളി വൃത്തിയാക്കാനുള്ള മടി കൊണ്ടും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സവാള എടുത്തത്. സവാളക്കാട്ട് ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളി വെച്ച് ഉണ്ടാക്കി നോക്കുമ്പോഴാണ്. എപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാലും മടിയില്ലാത്തവർ ചെറിയ ഉള്ളിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തായിരുന്നേ. ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി ഇട്ട് കൊടുത്തു. പഴുത്ത തക്കാളി തന്നെ വേണം, പുളിയുള്ള പച്ച തക്കാളി എടുക്കാൻ ശ്രമിക്കരുത്. ഒരു പുളി കാണും, പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ സമയം കുറച്ച് മധുരത്തിന് ഇച്ചിരി ഒരു പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ തക്കാളിയൊക്കെ താണ്ടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല വെന്തുടഞ്ഞ് വരുന്ന ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് മിക്സാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ സമയത്ത് പിന്നെ ഒരു 3-4 ഇതൾ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനൊരു 3-4 പീസ് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊന്ന് കടുക് വറുത്തെടുക്കാം, ഒന്ന് താളിച്ചെടുക്കാം അത്. അപ്പോൾ പാൻ വെച്ചു, എണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്ത് കടുകെല്ലാം താണ്ടെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്ക് നമ്മൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ ചട്നി കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വലിയ പാടൊന്നും ഇല്ലാത്തൊരു ചമ്മന്തിയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ്ടേ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും വീറ്റ് ദോശയ്ക്കും നല്ലൊരു കോമ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.